പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്ന് കാണാനായിട്ട് പോകുന്നത്. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഫ്രം വൺ വോൾട്ടേജ് ടു അനദർ വോൾട്ടേജ്. അപ്പോൾ ഒരു വോൾട്ടേജിനെ മറ്റൊരു വോൾട്ടേജാക്കി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. രണ്ട് തരം ട്രാൻസ്ഫോമർ ഉണ്ട്. വോൾട്ടേജിനെ കൂട്ടുന്ന, ഇപ്പോൾ 100 വോൾട്ട് കൊടുത്തിട്ട് 1000 വോൾട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത്തരം ട്രാൻസ്ഫോമറിനെ പറയുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. എന്നാൽ ചില ട്രാൻസ്ഫോമറുകൾ 100 വോൾട്ട് കൊടുത്താൽ ചില 10 വോൾട്ടാവും ഔട്ട്പുട്ട് കിട്ടുക. അത്തരം ട്രാൻസ്ഫോമറിനെ പറയുന്ന പേരാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. കൺസ്ട്രക്ഷൻ. ഇവിടെ നോക്കൂ, ഞാൻ ഇവിടെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. അതിൽ ഈ ആഷ് കളറിൽ കാണുന്നതിനെ പറയുന്ന പേരാണ് സോഫ്റ്റ് അയൺ കോർ. അതിനെയാണ് നമ്മൾ കോയിലുകൾ ചുറ്റിയിരിക്കുന്നത്. ഈ റെഡ് കളറിലുള്ള കോയിൽ, അവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഇൻപുട്ട് കൊടുക്കുന്ന റീജിയനെ പറയുന്ന പേരാണ് പ്രൈമറി കോയിൽ. ഈ നീല കളർ കാണുന്ന ഭാഗത്താണ് നമ്മൾ ഔട്ട്പുട്ട് പുറത്തേക്ക് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഈ കോയിലിനെ പറയുന്ന പേരാണ് സെക്കൻഡറി കോയിൽ. ഓക്കെ, അപ്പോൾ പ്രൈമറി കോയിൽ ഈ ഭാഗത്ത്, സെക്കൻഡറി കോയിൽ ഈ ഭാഗത്ത്. ഇതിനെ പറയുന്ന പേരെന്താണ്? സോഫ്റ്റ് അയൺ കോറാണ്. ഓക്കെ, വായിച്ചു നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 sets of coils called primary and secondary coil. The AC voltage to be altered is fed the primary coil. ഇൻപുട്ട് കോയിലും വേണം നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫലമായി ഓൾട്ടർനേറ്റ് കറണ്ട് നമുക്കറിയാം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും അതിൻ്റെ നിമിഷം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. സോ ദർ ഇസ് എ ചേഞ്ച് ഇൻ കറണ്ട്. ദിസ് ചേഞ്ച് ഇൻ കറണ്ട് പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ്. ദിസ് ചേഞ്ച് ഇൻ ഫ്ലക്സ് പ്രൊഡ്യൂസസ് ആൻ ഇൻഡ്യൂസ്ഡ് EMF. സോ പ്രൈമറി കോയിലുമോട് നമ്മൾ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുക്കുമ്പോൾ സെക്കൻഡറി കോയിലും ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ തിയറി പാർട്ടിക്ക് പോയാലോ. ലെറ്റ് NP പ്രൈമറി കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ്, NS സെക്കൻഡറി കോയിലുമത്തെ നമ്പർ ഓഫ് ടേൺസ്. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ പ്രൈമറി അക്കോർഡിംഗ് ടു ലെൻസസ് ലോ EP = -NP × dφ/dt. Induced EMF in secondary coil ES is equal to -NS dφ/dt. ഇത് രണ്ടും നമുക്ക് ലെൻസസ് ലോയിൽ നിന്ന് കിട്ടിയ ഫോർമുലയാണ്. അക്കോർഡിംഗ് ടു ഫോർ ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ ഇൻഡ്യൂസ്ഡ് EMF പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് അതിൻ്റെ ടെർമിനൽ വോൾട്ടേജ് ആയിട്ടുള്ള VP പ്രൈമറി വോൾട്ടേജും ടെർമിനൽ വോൾട്ടേജ് ആയിട്ടുള്ള VS സെക്കൻഡറി വോൾട്ടേജിനോട് ഈക്വൽ ആണ് തരാം. അപ്പോൾ നമ്മൾ ഇവിടെ EPക്ക് പകരം VPയും അതുപോലെ ESന് പകരം നമ്മൾ VSും കൊടുത്തു വെച്ചു. അപ്പോൾ നമ്മുടെ ഫോർമുല VP = എന്നും രണ്ടാമത്തെ ഫോർമുല ESന് പകരം VS = വെച്ച് ആരംഭിച്ചു. ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ VS/VP = NS/NP. ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് ടേൺസ് റേഷ്യോ. സോ ടേൺസ് റേഷ്യോ ഈസ് ഈക്വൽ ടു VS/VP ഓർ NS/NP. ഇനി അടുത്ത ഭാഗം ശ്രദ്ധിച്ച് കേൾക്കുക. ഇഫ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി. അപ്പോൾ പ്രൈമറി കോയിലും ചുറ്റുകളുടെ എണ്ണം കുറവും സെക്കൻഡറി കോയിലും ചുറ്റുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അത്തരം ട്രാൻസ്ഫോമറിന് പറയുന്ന പേരെന്താ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറാണ്. കാരണം എന്താ? ഈ ഫോർമുല പ്രകാരം NS കൂടുതലും NP കുറവാണെങ്കിൽ VS കൂടുതലും VS കൂടുതലും VP കുറവായിരിക്കും. സെക്കൻഡറി വോൾട്ടേജ് കൂടുതലും പ്രൈമറി വോൾട്ടേജ് കുറവായിരിക്കും. ഇപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. റിവേഴ്സ് ആണെങ്കിലോ എന്താ റിവേഴ്സ്? സെക്കൻഡറി കോയിലിൻ്റെ എണ്ണം കുറവും പ്രൈമറി കോയിലുമേലത്തെ എണ്ണം ചുറ്റുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അത്തരം ട്രാൻസ്ഫോമറിനെ പറയുന്ന പേരെന്താ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നാണ്. അടുത്തത് എഫിഷ്യൻസി. ഫോർ ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ. എന്താ ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്? ഐഡിയൽ ട്രാൻസ്ഫോമർ എന്നും പറയുന്ന ഒരു ട്രാൻസ്ഫോമർ ഇല്ല. അത് തിയററ്റിക്കൽ പാർട്ടിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ നിർമ്മിക്കുന്ന ഏത് ട്രാൻസ്ഫോമറും, അതായത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ ഒരിക്കലും ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ പോലെ ബിഹേവ് ചെയ്യില്ല. എന്നിരുന്നാലും ഒരു അസംഷൻ ഫോർ ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ. അപ്പോൾ പവർ എങ്ങനെയാണ്? വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഇൻപുട്ട് കറണ്ട് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻറ്റു ഔട്ട്പുട്ട് കറണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഫോർമുലയിലെ നമ്മൾ ഒന്നുകൂടെ ഭേദഗതി വരുത്തി VS/VP = IP/IS എന്നുകൂടെ ഒരു ടേം കൂടെ കൊണ്ടുവന്നു =NS/NP. അപ്പോൾ നമുക്ക് ടേൺസ് റേഷ്യോ വെച്ചാൽ ഇത് കൂടാണ്ട് നമുക്ക് IP/IS എന്ന് പറയുന്ന ഒരു ഫോർമുല കൂടി ഉണ്ടെന്ന് അർത്ഥം. The efficiency of a transformer is given by ഒരു ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി കാണുന്ന ഫോർമുല ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ്. അപ്പോൾ VS/IS ഡിവൈഡഡ് ബൈ VP/IP. ഇതാണ് എഫിഷ്യൻസി കാണാനുള്ള ഫോർമുല.
ഫോർ ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ എപ്പോഴും പറയും, കാരണം വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫോമർ ഇല്ല, പക്ഷേ നമ്മൾ തിയററ്റിക്കലി നമ്മൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 or 100%. നേരത്തെ പറഞ്ഞു, ബട്ട് ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ഡ്യൂ ടു വാരിയസ് എനർജി ലോസസ് ഇൻ ട്രാൻസ്ഫോമർ. ഒന്നാമത്തെ ഫ്ലക്സ് ലീക്കേജ് ആണ്. എന്താണ് ഫ്ലക്സ് ലീക്കേജ്? നമ്മൾ നേരത്തെ കണ്ട ട്രാൻസ്ഫോമറിൻ്റെ ഡയഗ്രത്തിൽ ഇവിടെ നോക്കൂ, ഇത് നമുക്കിതിനെ ലിംബ് 1 എന്ന് പേരിട്ട് വിളിക്കാം. ഇത് ലിംബ് 2 ആണ്. ലിംബ് 1-നെയാണ് പ്രൈമറി കോയിൽ ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ റേഡിയേറ്റ് ചെയ്യുന്ന ഫ്ലക്സ് എല്ലാം തന്നെ സെക്കൻഡറി കോയിലുമൂടെ കടന്നു പോകണം നിർബന്ധമില്ല. കുറേ ഫ്ലക്സ് ഈ വഴിക്ക്, കുറേ ഫ്ലക്സ് ഇങ്ങോട്ട്, കുറേ ഫ്ലക്സ് ഉൾഭാഗത്തേക്ക് ഒക്കെ പോയേക്കാം. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന കുറച്ച് ഫ്ലക്സുകൾ മാത്രമേ സെക്കൻഡറി കോയിലുമൂടെ കടന്നു പോകുന്നുള്ളൂ. ഇത് മുഖേന ഉണ്ടാകുന്ന വേസ്റ്റേജ് ഓഫ് എനർജി പറയുന്ന പേരാണ് ഫ്ലക്സ് ലീക്കേജ്. നോക്കൂ, ദ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്രൈമറി മേ നോട്ട് ഫുള്ളി പാസ്ഡ് ത്രൂ ദ സെക്കൻഡറി കോയിൽ. ഓക്കെ, ഇത്തരം എനർജി ലോസിനെ പറയുന്ന പേരാണ് ഫ്ലക്സ് ലീക്കേജ്. ഹൗ ക്യാൻ വി മിനിമൈസ് ഫ്ലക്സ് ലീക്കേജ്? അതുകൂടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ വൈൻഡിങ് ദ പ്രൈമറി കോയിൽ ഓവർ ദ സെക്കൻഡറി കോയിൽ. രണ്ട് വ്യത്യസ്ത ലിംബുമേ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിൽ ചുറ്റുന്നതിന് പകരം ഒരു ലിംബുമേ തന്നെ പ്രൈമറി കോയിൽ ചുറ്റുക, അതിൻ്റെ ഭാഗത്തോടെ സെക്കൻഡറി കോയിൽ ചുറ്റുക. അപ്പോൾ ഫ്ലക്സ് ലീക്കേജ് ഉണ്ടാവില്ല. ഓക്കെ. രണ്ടാമത്തെ, കോപ്പർ ലോസ്. പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും സോഫ്റ്റ് അയൺ കോർ നമ്മൾ ചുറ്റി വെച്ചിരിക്കുന്നത് കോപ്പറിൻ്റെ വയർ ഉപയോഗിച്ചാണ്. അതായത് പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഈസ് മേഡപ്പ് ഓഫ് കോപ്പർ എന്നർത്ഥം. വെൻ കറണ്ട് ഈസ് ഫ്ലോവിങ് ത്രൂ കോപ്പർ വയർ ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഹീറ്റ് അക്കോർഡിംഗ് ടു ജൂൾസ് ഹീറ്റിംഗ് ഇഫക്റ്റ്. അപ്പോൾ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഇവിടെ കറണ്ട് പോകുന്നത് കൊണ്ട് അത് ചൂടാവാൻ ആരംഭിക്കും. സോ സം വേസ്റ്റേജ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഇതിനെ പറയുന്ന എനർജി ലോസിനെ പറയുന്ന പേരാണ് കോപ്പർ ലോസ്. ഹൗ ക്യാൻ വി മിനിമൈസ് ഇറ്റ്? ദിസ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ യൂസിങ് തിക്ക് കോപ്പർ വയേഴ്സ്. എന്താ തിക്ക് കോപ്പർ വയർ ഉപയോഗിച്ചുള്ള മെച്ചം? നമ്മൾ 3rd ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി പറഞ്ഞപ്പോൾ അവിടെ പറയണ്ടായി, റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ലെങ്ത് ഓഫ് ദ വയർ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ വയർ. അപ്പോൾ ഏരിയ കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയുന്ന അർത്ഥം. അപ്പോൾ തിക്ക് വയർ ഉപയോഗിക്കുക, അപ്പോൾ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ നമുക്കിവിടെ ജൂൾസ് ഹീറ്റിംഗ് ലോസ് നമുക്കിവിടെ മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തെ, എഡ്ഡി കറണ്ട് ലോസ് ആണ്. എന്താണ് എഡ്ഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത്? വലിയൊരു മെറ്റാലിക് ബ്ലോക്കുമോടെ കറണ്ട് കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ മെറ്റാലിക് ബ്ലോക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇട്ടിട്ട് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതുമേ ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും. വേൾപൂളിൻ്റെ ഫോർമാറ്റിൽ നമ്മൾ പഠിച്ചത് ഓർക്കുണ്ടാവും വിചാരിക്കുന്നു. അതിൻ്റെ ഫലമായി അത് ചുട്ടുപൊഴുക്കാൻ ആരംഭിക്കും. അതേമാതിരി ഇവിടെ സോഫ്റ്റ് അയൺ കോറാണ് നമ്മുടെ മെറ്റൽ ബ്ലോക്ക്. അതുമൂടെ ചേഞ്ച് ഇൻ ഫ്ലക്സ്, പ്രൈമറി കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉള്ളത് കൊണ്ട് ഈ സോഫ്റ്റ് അയൺ ചുട്ടുപൊഴുക്കാൻ ആരംഭിക്കും. സോ സം വേസ്റ്റേജ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ഈസ് ദർ. ദിസ് എനർജി ലോസ് ഈസ് നോൺ ആസ് എഡ്ഡി കറണ്ട് ലോസ്. എങ്ങനെ മിനിമൈസ് ചെയ്യും? അത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. ദിറ്റ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ യൂസിങ് ലാമിനേറ്റഡ് കോർ. അപ്പോൾ ലാമിനേറ്റഡ് സോഫ്റ്റ് അയൺ കോർ ഉപയോഗിച്ചാൽ മതി. ഇതാണ് ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ആരംഭത്തിൽ പറഞ്ഞിരുന്നു. ലാമിനേറ്റഡ് സോഫ്റ്റ് അയൺ കോർ ഉപയോഗിക്കുന്നതിൻ്റെ ഉപയോഗം നമുക്ക് പിന്നീട് പറയാമെന്ന്. അതാണ് ഇവിടുത്തെ പ്രയോജനം. നാലാമത്തെ, ഹിസ്റ്റീരിസിസ് ലോസ്. ഹിസ്റ്റീരിസിസ് ലോസ് നമ്മൾ ഡയഗ്രാം വരച്ചൊക്കെ പ്രത്യേകം ഓർക്കുക. പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെയും ടെമ്പററി മാഗ്നറ്റിൻ്റെയും നമ്മൾ ഹിസ്റ്റീരിസിസ് ലോസും അതിൻ്റെ ഗ്രാഫും ഏരിയ പ്രത്യേകം പരാമർശിച്ച് കൂടെ ഓർക്കുന്നു വിചാരിക്കുന്നു. ആസ് ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പാസസ് ത്രൂ ദ വൈൻഡിങ്സ് the iron core undergoes repeated magnetization and demagnetization process. അപ്പോൾ കറണ്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ സോഫ്റ്റ് അയൺ കോർ പലവട്ടം മാഗ്നറ്റും മാഗ്നറ്റ് ആവുകയും മാഗ്നറ്റ് അല്ലാണ്ടാവുകയും വീണ്ടും മാഗ്നറ്റ് ആവുകയും അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകും. സം എനർജി ഈസ് വേസ്റ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഇത്തരം ഹീറ്റ് ലോസിനെ പറയുന്ന പേരാണ് ഹിസ്റ്റീരിസിസ് ലോസ്. ഇതെങ്ങനെ മിനിമൈസ് ചെയ്യാം? ലോ ഹിസ്റ്റീരിസിസ് ലോസ് ഉള്ള വസ്തുക്കളെ കൊണ്ട് നിർമ്മിക്കുക. അതുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റ് അയൺ കോറിനെ കൊണ്ടുള്ള വസ്തുവിനെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം എന്താ? സോഫ്റ്റ് അയൺ കോറിന് ഹിസ്റ്റീരിസിസ് ലോസ് വളരെ കുറവാണ്. അഞ്ചാമത്തെയും അവസാനത്തെയും എനർജി ലോസ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഹമ്മിങ് ലോസ്. നമ്മൾ പകല് ശ്രദ്ധിച്ച് നോക്കിയാൽ കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. രാത്രി ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത്, നമ്മുടെ വീടിൻ്റെ അടുത്ത ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതൊരു ഒരു തേനീച്ച മൂളണ പോലെ, കൊതുക് മൂളണ പോലെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടാവും ട്രാൻസ്ഫോമർ. അത് കറണ്ട് കടന്നു പോകുന്ന സമയത്ത് ട്രാൻസ്ഫോമറിൻ്റെ ഉൾഭാഗത്തെ പാളികൾ വൈബ്രേറ്റ് ചെയ്യുന്നതാണ്. ആ വൈബ്രേഷനാണ് ഒരു ഹമ്മിങ് സൗണ്ടായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ വേസ്റ്റേജ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് സൗണ്ടാണ്. അപ്പോൾ അത്തരം ലോസിനെ പറയുന്ന പേരാണ് ഹമ്മിങ് ലോസ്.
ഇനി യൂസ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ഇൻ ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷൻ. നമ്മൾ ഇപ്പോൾ ഇടുക്കി പവർ സ്റ്റേഷനിൽ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിച്ചു എന്ന് വിചാരിക്കും. നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കണ്ടേ? കിലോമീറ്റർ കണക്കിന് ദൂരം അകലെയാണ് നമ്മുടെ വീടുകൾ. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ വീടുകളിലേക്ക് ലൈൻ മുഖേന, നമ്മുടെ വീടിന് മുന്നിലൊക്കെ വരുന്ന പോസ്റ്റിലേക്ക് വരുന്ന പോസ്റ്റിൽ കാണുന്ന ലൈൻ മുഖേനയാണ് അത് കൊണ്ടുവരുന്നത്. പക്ഷെ അത്ര ഡിസ്റ്റൻസിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ലെങ്ത് ആണ്. അപ്പോൾ ഇടുക്കി പവർ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വീടുകളിലേക്കുള്ള ലെങ്ത് കമ്പയർ ചെയ്യുമ്പോൾ കിലോമീറ്റർ കണക്കിന് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞയക്കുന്ന കറണ്ട് ഇവിടെ എത്തുമ്പോൾ ഒരുപാട് എനർജി ലോസിന് വിധേയമായി വളരെ ദുർബലമായിട്ടുള്ള വീക്ക് കറണ്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ ഓവർകം ചെയ്യാം എന്നാണ് നമ്മൾ ആലോചിച്ചത്. ടു റെഡ്യൂസ് ഇറ്റ്, ഇവിടെ നോക്കി, ടു റെഡ്യൂസ് ഇറ്റ് തിക്ക് കേബിൾസ് വിത്ത് മോർ സപ്പോർട്ടിംഗ് പോൾസ് ആർ റിക്വയർഡ്. അപ്പോൾ ലെങ്ത് കൂടിയാലും നമുക്കറിയാം റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ വയറാണ്. അപ്പോൾ തിക്ക് കേബിൾ ഉപയോഗിച്ചാൽ പോരെ. തിക്ക് കേബിൾ ഉപയോഗിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഡ്രോബാക്ക് സംഭവിക്കും. ഒന്ന്, വയറിൻ്റെ തിക്നെസ് കൂടും തോറും ആ മെറ്റീരിയൽ വാങ്ങിക്കാനുള്ള കോസ്റ്റ് പ്രൈസ് കൂടും. രണ്ട്, അത് രണ്ട് പോസ്റ്റുമെന്ന് ഇടയ്ക്കുള്ളത് ഇങ്ങനെ ലാഗ് ചെയ്ത് നിൽക്കും. അപ്പോൾ അടിഭാഗത്ത് നടന്നു പോകുന്ന കാൽനട യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് എന്ത് വേണം? പോസ്റ്റിൻ്റെ എണ്ണം കൂട്ടണം. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മളെ എക്കണോമിക്കലി അത് ബാധിക്കും. ഒന്ന്, കോസ്റ്റ് ഓഫ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ ഇൻക്രീസ് ചെയ്യും. രണ്ട്, നമ്പർ ഓഫ് പോൾസ്, അതായത് പോസ്റ്റിൻ്റെ എണ്ണം, ഇലക്ട്രിക് പോസ്റ്റിൻ്റെ എണ്ണം കൂട്ടണം. അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള കേസിൽ ശ്രദ്ധിക്കാൻ നോക്കണ്ട. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ട്രാൻസ്മിഷൻ ഈസ് ഡൺ അറ്റ് ഹൈ വോൾട്ടേജ്, ദ എനർജി വേസ്റ്റേജ് ആൻഡ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ വിൽ ബി ലോ. ഇങ്ങനെയുള്ള കേസിൽ ദൂര സ്ഥലങ്ങളിൽ നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് കൊണ്ടുപോകും. അവിടെ നിന്ന് പവർ നമ്മുടെ അവിടേക്ക് പറഞ്ഞയക്കുന്ന പവർ സ്റ്റേഷൻ്റെ അവിടെ തന്നെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുക. വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പോൾ കറണ്ടിൻ്റെ വാല്യൂ കുറയുമെന്ന് നമ്മൾ നേരത്തെ എഫിഷ്യൻസി എന്നുള്ള ഇത് കണ്ടപ്പോൾ നമ്മൾ കണ്ടു. അപ്പോൾ വോൾട്ടേജ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന 230 വോൾട്ട് ആണെങ്കിലേ ഒരു 44,000 വോൾട്ടായിട്ടോ അല്ലെങ്കിൽ 110 kV കിലോ വോൾട്ടായിട്ടോ തന്നെ വർദ്ധിപ്പിക്കുന്നു യൂസിങ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. എന്നിട്ട് അതിനെ നമ്മൾ ദൂര സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നു. അപ്പോൾ അതിൻ്റെ കറണ്ടിൻ്റെ വാല്യൂ കുറവായതുകൊണ്ട് എനർജി ലോസ് കുറയും. ജൂൾസ് ഹീറ്റിംഗ് ഇഫക്റ്റ് പ്രകാരം I²RT ആണ് ഹീറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ഫോർമുല. അപ്പോൾ കറണ്ടിൻ്റെ ഐൻ്റെ വാല്യൂ കുറയും തോറും ഉൽപ്പാദിപ്പിച്ച് നഷ്ടപ്പെടുന്ന താപത്തിൻ്റെ അളവ്, എനർജി ലോസ് കുറവായിരിക്കും. എന്നിട്ട് നമ്മുടെ പവർ സ്റ്റേഷനിൽ എത്തുമ്പോൾ 44,000 വോൾട്ടിലത്തെ അത്രയും വോൾട്ട് നമ്മുടെ വീട്ടുപകരണങ്ങൾക്ക് അനുയോജ്യമല്ല. അപ്പോൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ മാടക്കത്തറ ഒരു മെയിൻ സബ് സ്റ്റേഷനാണ്. അവിടെ വരുമ്പോൾ അതിനെ 230 വോൾട്ടായി സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ സ്റ്റെപ്പ് ഡൗൺ. അപ്പോൾ പവർ സ്റ്റേഷനിൽ സ്റ്റെപ്പ് അപ്പും നമ്മുടെ വീടുകളുടെ അടുത്ത് ഉള്ള ഈ മാടക്കത്തറ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കും. അതാണ് നമ്മൾ യൂസ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ഇൻ ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷൻ പറയാനുള്ള കാരണം. ഒരു പോയിന്റ് കൂടിയും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് AC ഓവർ DC. AC ഈസ് മോർ എക്കണോമിക്കൽ ദാൻ DC. അത് പ്രൊഡ്യൂസ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും എളുപ്പം AC ആണ് അത്രയും. രണ്ട്, AC വോൾട്ടേജ് ക്യാൻ ബി സ്റ്റെപ്ഡ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ഈസിലി. AC വോൾട്ടേജിനെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും എളുപ്പമാണ്. DC വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല എന്നല്ല പറയണേ, പക്ഷെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. മൂന്നാമത്തെ, AC ക്യാൻ ബി റെഗുലേറ്റഡ് യൂസിങ് ചോക്ക് കോയിൽ. നമ്മുടെ ട്യൂബ് ലൈറ്റിൻ്റെ ഉൾഭാഗത്ത് ചോക്ക് കോയിലുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് AC കറണ്ടിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നു, നിയന്ത്രിക്കാൻ പറ്റും. 4, AC ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു DC. AC-നെ DC ആക്കി മാറ്റാൻ ഭയങ്കര ഈസിയാണ്. നമ്മളിനി പഠിക്കാൻ പോകുന്ന റെക്ടിഫയർ, 2 തരം റെക്ടിഫയർ ഉണ്ട്. ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട്, ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ട്. അങ്ങനെ AC-യെ DC ആക്കി മാറ്റാൻ ഭയങ്കര ഈസിയാണെന്ന് പറയുന്നത്. DC-നെ AC ആക്കി മാറ്റാൻ അത്ര ഈസി അല്ല. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് AC ഓവർ DC എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തോടു കൂടി ഈ ചാപ്റ്റർ സമാപിച്ചു. നമുക്കൊരു പുതിയൊരു ദിവസം മറ്റൊരു ചാപ്റ്ററുമായി പ്രത്യക്ഷപ്പെടാം. ഓക്കെ, താങ്ക് യു.